Hi friends, welcome to Easiness. So മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയബറ്റിസ് മെലിറ്റസ്. സോ ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് ടോപ്പിക്. സോ നമുക്ക് എന്താണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ നോക്കാം. So first നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നോക്കുന്നു. സോ എന്താണ് ഡയബറ്റിസ് മെലിറ്റസ് ഡെഫിനിഷൻ? സോ എന്താണ് ഡയബറ്റിസ് മെലിറ്റസ്? ഇറ്റ്സ് എ ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ. സോ ഇറ്റ് ഈസ് എ മെറ്റബോളിക് ഡിസോർഡർ. നമ്മുടെ ശരീരത്തിന്റെ ഷുഗർ ലെവൽ അധികമാകുന്ന ഡിസീസ് കണ്ടീഷൻ ആണ് എന്താ ഡയബറ്റിസ് മെലിറ്റസ്. ഹൈപ്പർ ഗ്ലൈസീമിയ, അതായത് ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ. എന്തുകൊണ്ട് ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ടാകുന്നു? ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഉണ്ട് ഈ ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് കാരണങ്ങളും ചേർന്നുകൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗർ. സോ അതാണ് അതിന്റെ ഡെഫിനിഷൻ. സോ നമുക്ക് ടൈപ്സിലേക്ക് വരാം. ഏതൊക്കെയാണ് മെയിൻ ടൈപ്സ് ഓഫ് ഡയബറ്റിസ്? ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആൻഡ് ഓൾസോ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് സെക്കൻഡറി ഡയബറ്റിസ്. ഇത് നാലാണ് ഇതിന്റെ ടൈപ്സ്. ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ അല്ലെങ്കിൽ സെക്കൻഡറി ഡയബറ്റിസ്. സോ എന്താണ് ടൈപ്പ് 1 ഡയബറ്റിസ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ്. അതായത് നമ്മുടെ ശരീരത്തിലെ തന്നെ സെൽസ് പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസിനെ ഓട്ടോ ഇമ്മ്യൂണിറ്റി വഴി അറ്റാക്ക് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ കോസ് ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ട്, ബട്ട് അതിന്റെ റെസിസ്റ്റൻസ് വഴി ഉണ്ടാകുന്നതാണ് എന്ത് ടൈപ്പ് 2 ഡയബറ്റിസ്. സോ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? ദ മദർ ബിക്കംസ് പ്രഗ്നന്റ്. സോ ആ ലേഡി പ്രഗ്നന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ ഡിറ്റക്ട് ചെയ്യുന്ന ഡയബറ്റിസ് ആണ് എന്ത് ജസ്റ്റേഷണൽ ഡയബറ്റിസ്. ആൻഡ് സെക്കൻഡറി ഡയബറ്റിസ് ഡ്യൂ ടു എനി അതർ ഡിസീസ് കണ്ടീഷൻസ്. ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻ? പാൻക്രിയാറ്റൈറ്റിസ്, കുഷ്യൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡ്രഗ്സ് ലൈക്ക് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട്. സോ ദിസ് ആർ ദ ടൈപ്സ്. സോ ഈ ടൈപ്പ് 1 അവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ തെറാപ്പിയുടെ ആവശ്യമുണ്ട്. ഹിയർ ഇൻ ടൈപ്പ് 2 ഓൾസോ ദേ നീഡ് ടു ഹാവ് ദ ഇൻസുലിൻ അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് മെഡിക്കേഷൻസ്. സോ നെക്സ്റ്റ് വിൽ ഡിസ്കസ് കോസസ്. എന്തൊക്കെയാണ് ഇതിന്റെ കോസസ്? ടൈപ്പ് 1 മെയിൻ കോസസ് എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, അല്ലെങ്കിൽ സംടൈംസ് വൈറൽ ഇൻഫെക്ഷൻ വഴി ടൈപ്പ് 1 ഉണ്ടാകുന്നു. എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് ഫാമിലി ഹിസ്റ്ററി. സോ എന്തൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിന്റെ കോസസ് എന്ന് നോക്കാം. So it is obesity. So അമിതവണ്ണം അല്ലെങ്കിൽ sedentary lifestyle, lack of physical activity, having outside food, junk food അല്ലെങ്കിൽ obesity. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാരണം. ഹൈ ഫാറ്റ്, low fiber diet. So they are having high fat അല്ലെങ്കിൽ low fiber diet is also one of the factor. Family history and aging. ഇതൊക്കെയാണ് ടൈപ്പ് 2 causes. So this is the causes for type 1 and type 2 diabetes mellitus. സോ നമുക്ക് ക്ലിനിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് നോക്കാം. സോ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് വിൽ കം? സോ ഫസ്റ്റ് വി വിൽ സി ജനറൽ സിംറ്റംസ്. ജനറൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരിക്കും? പോളിയൂറിയ, അതായത് ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ. പോളിഡിപ്സിയ, എക്സസീവ് ആയിട്ടുള്ള ദാഹം, തേഴ്സ്റ്റ് ഉണ്ടായിരിക്കും, അമിത ദാഹം ഉണ്ടായിരിക്കും. പോളിഫാജിയ, ഇൻക്രീസ്ഡ് ഹങ്കർ, വിശപ്പ് കൂടും. സോ അതാണ് മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിക്കൽ സിംറ്റം. ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ് പ്രസന്റ് ആയിരിക്കും. പുവർ വൂണ്ട് ഹീലിംഗ്. സോ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും അത് കരിയാൻ അല്ലെങ്കിൽ അത് ഉണങ്ങാനുള്ള ഒരുപാട് ടൈം എടുക്കുന്നു. സോ അതാണ് ജനറൽ സിംറ്റംസ്. ഇനി ടൈപ്പ് 1 മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. റാപ്പിഡ് ആയിരിക്കും ഓൺസെറ്റ്. സോ അതെങ്ങനെയായിരിക്കും? റാപ്പിഡ് ഓൺസെറ്റ്, വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും, ഫറ്റീഗ്, ബ്ലഡ് വിഷൻ അല്ലെങ്കിൽ കീറ്റോ അസിഡോസിസ്. ഇതാണ് ടൈപ്പ് 1 സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ്. ഇനി നമ്മൾ ടൈപ്പ് 2 സ്പെസിഫിക് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എന്തൊക്കെയാണ് സ്പെസിഫിക് സിംറ്റംസ്? ഗ്രാജുവൽ ഓൺസെറ്റ് ആയിരിക്കും. ഒബേസിറ്റി ഓഫൺ പ്രസന്റ്. സോ ആ പേഴ്സൺ എന്തുണ്ടായിരിക്കും? അമിതവണ്ണം ഉണ്ടായിരിക്കും. ഒബേസിറ്റി മേ ബി അസിംറ്റമാറ്റിക് ഇനീഷ്യലി. സോ ഇനീഷ്യൽ സ്റ്റേജിൽ സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഡിലേഡ് വൂണ്ട് ഹീലിംഗ്, റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് എപ്പോഴും ഉണ്ടാകുന്നു. സോ ഇതാണ് സിംറ്റംസ്. ജനറൽ, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സ്പെസിഫിക് സിംറ്റംസ്. ഇനി നമുക്ക് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഡയബറ്റിസ് മെലിറ്റസ്? സോ ഫസ്റ്റ് ടെസ്റ്റ് ഇസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, FBS. സോ രാത്രി മുഴുവൻ ഒരു ഫുഡും കഴിക്കാതിരുന്നു ഓവർനൈറ്റ് മൊത്തം ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഏർലി മോർണിംഗ് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് FBS. സോ FBS എപ്പോഴും 126 കുറവായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 126 ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡയബറ്റിസ് മെലിറ്റസ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടെസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? പോസ്റ്റ് പ്രോണ്ടിയൽ ബ്ലഡ് ഷുഗർ. ഫുഡ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം ചെക്ക് ചെയ്യുന്നതാണ് എന്ത് പോസ്റ്റ് പ്രോണ്ടിയൽ ബ്ലഡ് ഷുഗർ. അതോൾസോ 200 താഴെയാണെങ്കിൽ മാത്രമേ ഡയബറ്റീസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 200 മുകളിലാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡയബറ്റിസ് മെലിറ്റസ്. നെക്സ്റ്റ് ടെസ്റ്റ് ഇസ് റാൻഡം ബ്ലഡ് ഷുഗർ. സോ RBS ടെസ്റ്റ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ആയിരിക്കണം. എന്തിന്? 200 അല്ലെങ്കിൽ 200 കുറവായിരിക്കണം. 200 കൂടുതലാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡയബറ്റിസ്
mellitus. Next is HbA1c. So നമ്മൾ 3 മാസത്തെ ഷുഗറിന്റെ ലെവൽ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് HbA1c. സോ ആ ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് 3 മന്ത്സിലെ ബ്ലഡ് ഷുഗറിന്റെ നോർമൽ റേഞ്ച് അറിയാൻ പറ്റും. ഇറ്റ് ഷുഡ് കം ബിലോ 6.5%. സോ 6.5% താഴെ ആയിരിക്കണം എങ്കിൽ മാത്രമേ that person is not having diabetes. So if it is more than 6.5, that indicate that person is suffering with diabetes. So now we'll discuss about the medical management. എന്താണ് medical management for diabetes? Let's see. First is diet. So diet എങ്ങനെ modify ചെയ്യാം? Avoiding sugary food അല്ലെങ്കിൽ coffee, caffeine അല്ലെങ്കിൽ fruit juices or packed juices ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഫൈബർ മോസ്റ്റ്ലി ഫുഡിൽ എന്തായിരിക്കണം? ഫൈബർ കൂടുതൽ ഉണ്ടായിരിക്കണം ആൻഡ് കാർബോഹൈഡ്രേറ്റിന്റെ ലെവൽ കുറയ്ക്കുക. സോ ദാറ്റ് ഈസ് ഡയറ്റ് മോഡിഫിക്കേഷൻ. എക്സസൈസ്, റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് ഇസ് നെസസറി. ഒരു 1 hour എക്സസൈസ് അല്ലെങ്കിൽ മിനിമം 1 hour വാക്കിംഗ് ഇസ് നെസസറി ടു കൺട്രോൾ ദ ഡയബറ്റിസ് മെലിറ്റസ്. കമ്മിങ് ടു ദ മെഡിക്കേഷൻ. സോ എന്തായിരിക്കും മെഡിക്കേഷൻ വി ആർ യൂസിങ് ഹിയർ? ഇറ്റ് ഈസ് മെയിൻലി ഇൻസുലിൻ. സോ ടൈപ്പ് 1-നും ടൈപ്പ് 1 പേഷ്യൻസിന് ദേ നീഡ് ടു ടേക്ക് ഇൻസുലിൻ ലൈഫ് ലോങ്. And also in severe case of type 2 also അവർക്ക് എന്ത് വേണം? ഇൻസുലിൻ administration is necessary. Also in type 2 we'll use oral hypoglycemic, അതായത് oral medications അല്ലെങ്കിൽ hypoglycemic drugs also നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു? ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിന്റെ മെഡിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു. So this is the medical management, diet, exercise and also the therapy like insulin and oral hypoglycemic therapy. So now we'll discuss about management, nursing management. എന്താണ് as a nurse your role? So എന്തൊക്കെയാണ് nursing management in diabetes mellitus? So നമ്മൾ എന്ത് ചെയ്യണം? Monitor blood glucose levels. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? blood glucose level monitor ചെയ്യണം as a nurse. FBS, PPBS, RBS, also HbA1c. So monitoring blood sugar level. രണ്ടാമത്തത് അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ്, അതായത് ഇൻസുലിൻ അല്ലെങ്കിൽ എന്താണോ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് മെഡിസിൻ ദാറ്റ് പേഷ്യന്റ് ഈസ് ടേക്കിംഗ് വി നീഡ് ടു അഡ്മിനിസ്റ്റർ. പ്രൊവൈഡ് ഡയബറ്റിക് ഡയറ്റ് എഡ്യൂക്കേഷൻ, അതായത് അവരോട് നമ്മൾ ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പറയണം. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവും ഫൈബറിന്റെ അളവ് കൂടുതലുള്ള ഡയറ്റ്സ് എടുക്കാൻ പറയുക. ഓൾസോ ബാലൻസ്ഡ് മീൽസ് എടുക്കാൻ പറയുക. സോ ദാറ്റ് ഈസ് ഡയബറ്റിക് എഡ്യൂക്കേഷൻ, ഡയറ്റ് എഡ്യൂക്കേഷൻ as soon as you need to give your patient. അടുത്തത് എൻകറേജ് റെഗുലർ ആക്ടിവിറ്റി. സോ എക്സസൈസ് ചെയ്യാൻ, റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാനുള്ള പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുക. മോണിറ്റർ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക? ഹൈപ്പോഗ്ലൈസീമിയ, ന്യൂറോപ്പതി അല്ലെങ്കിൽ ഫുഡ് അൾസേഴ്സ്. ഇൻസ്പെക്ടിങ് ഫീറ്റ്. സോ കാലുകളുടെ പാദം എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുക. എന്തെങ്കിലും മുറിവുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വാം വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി. മെയിൻറ്റെയിൻ ദ ഹൈഡ്രേഷൻ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് ഓൾസോ മോണിറ്റർ. എഡ്യൂക്കേറ്റ് ഓൺ സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് അറ്റ് ഹോം. എങ്ങനെ വീട്ടിൽ ഷുഗർ ചെക്ക് ചെയ്യാമെന്നുള്ള എഡ്യൂക്കേഷൻ ഓൾസോ യു നീഡ് ടു give us a role of nurse. Teach signs of hypo or hyperglycemia and when to seek help. So എങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാകുന്നത്? ഷുഗറിന്റെ ലെവൽ കുറയുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു? ഷുഗറിന്റെ ലെവൽ കൂടുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു? അപ്പോൾ എങ്ങനെയാണ് ഹെൽപ്പിന് അസിസ്റ്റ് ചെയ്യുക? സോ ദാറ്റ് ഓൾസോ യു നീഡ് ടു ടീച്ച് as a nursing responsibility. Provide emotional support to the patient and family. സോ ഇതൊക്കെയാണ് നഴ്സിംഗ് മാനേജ്മെന്റ്. സോ മെയിൻലി എന്തൊക്കെയാണ് നഴ്സിംഗ് മാനേജ്മെന്റ്? ഷുഗർ ചെക്ക് ചെയ്യുക, എങ്ങനെ ഷുഗർ വീട്ടിൽ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യുക. ഓൾസോ അബൌട്ട് എംഫസൈസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്റ് കൺട്രോൾ ആൻഡ് എക്സസൈസ്. സോ നെക്സ്റ്റ് വിൽ സി എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. സോ എന്തൊക്കെയാണ് മെയിൻ കോംപ്ലിക്കേഷൻ? അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഹൈപ്പോഗ്ലൈസീമിയ, ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കുറഞ്ഞു പോകുന്നു. ഓൾസോ ഡയബറ്റിക് കീറ്റോസിഡോസിസ്. ഇതാണ് അക്യൂട്ട് കോംപ്ലിക്കേഷൻ. സോ എന്തൊക്കെയായിരിക്കും ക്രോണിക് കോംപ്ലിക്കേഷൻ? ലെറ്റ്സ് ഡിസ്കസ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി. സോ കണ്ണിനെ അഫക്ട് ചെയ്യുന്നു, കിഡ്നി ഓൾസോ നെർവ്സിനെ അഫക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ആൻഡ് ന്യൂറോപ്പതി. കൊറോണറി artery disease. So heart diseases, cerebrovascular disease or stroke. So it will affect stroke. Peripheral arterial diseases, delayed wound healing, infections and diabetic foot. So these are the complications, acute and chronic complications of diabetes mellitus. സോ മക്കളെ, ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സുമായി ഞാനും എന്റെ ടീം ഈസി നഴ്സും വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ് വിത്ത് ഈസി നഴ്സ്, വെയർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ മെയ്ഡ് ഈസി. താങ്ക് യു.